എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇത് കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ഗംഗാ നദിയാണ്, ഭാരതത്തിലെ ഏറ്റവും പുണ്യമായ നദി. ചോദ്യം ഇതാണ്, ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങളോട് കുടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഗംഗാ നദി എത്ര പുണ്യവും വിശേഷമുള്ളതാണെങ്കിലും ഇവിടെ വെള്ളം മലിനമായി കാണുന്നു. എന്നാൽ ഇനി മറ്റൊരു ചിത്രം നോക്കൂ. ഇതാണ് ഗംഗാ നദിയുടെ ഉറവിടം. ഉത്തരകാശിയിലുള്ള ഗംഗോത്രി എന്ന മഞ്ഞുപാളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടെ വെള്ളം നിർമ്മലവും ശുദ്ധവും സുതാര്യവുമാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിൽ ഭൂരിഭാഗവും അതിന് തയ്യാറാകും. എന്തുകൊണ്ടാണ് ഇത്? കാരണം ഉറവിടത്തിൽ ഗംഗാജലം പരിശുദ്ധമാണ്, പുണ്യമാണ്. ഇതുപോലെയാണ് സനാതന ധർമ്മവും. ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന ഒന്നും സനാതന ധർമ്മമല്ല. ജാതി വിവേചനം, ബീഫ് കഴിച്ചതിന് ആക്രമണം, മതപരിവർത്തനത്തിന് ആക്രമണം, ഇതെല്ലാം സനാതന ധർമ്മത്തിന്റെ പേരിൽ ആരോപിക്കുന്നു. എന്നാൽ അതല്ല സനാതന ധർമ്മം. അത് കൽക്കട്ടയ്ക്കടുത്തുള്ള ഗംഗാ നദി പോലെ മലിനമായിരിക്കുന്നു. ഗംഗയുടെ ഉറവിടത്തിലെത്താൻ നമുക്ക് ഏകദേശം 2525 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോൾ യഥാർത്ഥ സനാതന ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു 3500 വർഷമെങ്കിലും പുറകോട്ട് നമ്മൾ സഞ്ചരിക്കണം. ഇന്നത്തെ ഈ വീഡിയോയിൽ യഥാർത്ഥ സനാതന ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യമേ പറയട്ടെ, സനാതന ധർമ്മവും ഹിന്ദു മതവും ഒന്നല്ല, അത് രണ്ടാണ്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ധർമ്മ പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും വീഡിയോ ആണിത്. ധർമ്മം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ധർമ്മത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നു. അത് കാണാത്തവർ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. സനാതന ധർമ്മവും എന്തുകൊണ്ട് സനാതന ധർമ്മം നശിക്കാതെ നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ചും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിരവധി മഹത്തായ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. റോമൻ സംസ്കാരം, മായിൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, സൊറാസ്ട്രിയൻ സംസ്കാരം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, അങ്ങനെ പലതും. ആ സംസ്കാരത്തോടൊപ്പം ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് സനാതന ധർമ്മം. എല്ലാ സംസ്കാരങ്ങൾക്കും അവരുടേതായ ജീവിത രീതിയും തത്വചിന്തയും ചട്ടക്കൂടുകളുമുണ്ട്. പക്ഷെ ഇന്ന് ആ സംസ്കാരങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. അവ പുസ്തകങ്ങളിലോ മ്യൂസിയങ്ങളിലോ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പുരാതന സംസ്കാരങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന സംസ്കാരമാണ് നമ്മുടെ സനാതന ധർമ്മം. ഇത് ഒരു മതമോ വിശ്വാസ പ്രമാണമോ അല്ല, മറിച്ച് പുരാതന ഭാരതത്തിലെ ജനങ്ങൾ കണ്ടെത്തി ചിട്ടപ്പെടുത്തി ജീവിച്ചു വന്നിരുന്ന ഒരു ജീവിത രീതിയാണ്. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഏറ്റവും പുരാതനമായ ജീവിത രീതിയാണ് സനാതന ധർമ്മം. മറ്റെല്ലാ സംസ്കാരങ്ങളും അധിനിവേശം മൂലവും മതപരിവർത്തനം മൂലവും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു സംസ്കാരം എങ്ങനെയാണ് ഇല്ലാതായി തീരുന്നത് എന്നത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഈ 2026 ഏറ്റവും വലിയ യുദ്ധം നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നമുക്ക് ഇറാന്റെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും തമ്മിൽ താരതമ്യപ്പെടുത്തി ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്നത്തെ ഇറാന്റെ പഴയ പേര് പേർഷ്യ എന്നാണ്. ആ പേർഷ്യയിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു സൊറോസ്ട്രിയൻ റിലീജിയൻ. സൗരാഷ്ട്രം എന്നും അതിനെ വിളിക്കാറുണ്ട്. സൊറോസ്ട്രിയൻ മതം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദൈവ മതങ്ങളായ എബ്രഹാമിക് റിലീജിയൻ, ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂഡ മതം എന്നിവ ഉണ്ടാകുന്നതിന് മുമ്പ് ഏകദൈവ വിശ്വാസത്തിൽ ഉണ്ടായ മതമായിരുന്നു സൊറാസ്ട്രിയൻ റിലീജിയൻ. അത് പേർഷ്യ എന്ന സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു. അതേസമയം ഭാരതത്തിൽ സനാതന ധർമ്മമാണ് നിലനിന്നിരുന്നത്. ഇനി നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. സൊറാസ്ട്രിയൻ മതത്തിന്റെ സ്ഥാപകൻ സരാസ്തുസ്ട്ര എന്ന് പറയുന്ന ഒരു പ്രവാചകനാണ്. എന്നാൽ സനാതന ധർമ്മത്തിന് ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു സ്ഥാപകനോ ഇല്ല. ആയിരക്കണക്കിന് ഋഷിമാരാണ് സനാതന ധർമ്മത്തിന് സംഭാവന നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളുടെ പേര് പറയാൻ നമുക്ക് കഴിയില്ല. സൊറാസ്ട്രിയൻ മതത്തിന്റെ ദൈവം ഒരു ദൈവം, ആ ദൈവത്തിന്റെ പേരാണ് അഹുറ മസ്ദ. എന്നാൽ സനാതന ധർമ്മത്തിന് ഒരു പരമമായ യാഥാർത്ഥ്യവും പല പേരിലും പല രൂപത്തിലുള്ള ദൈവങ്ങളാണ്. അതുകൊണ്ട് ഒരു ദൈവത്തിന്റെ പേരും നമുക്ക് സനാതന ധർമ്മത്തിൽ പറയാൻ കഴിയില്ല. ഇനി
സൊറാസ്ട്രിയൻ മതത്തിന്റെ ഒരു ഗ്രന്ഥം അവേസ്ത എന്നാണ് പറയുന്നത്. എന്നാൽ സനാതന ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രന്ഥമല്ല, മറിച്ച് നമുക്കൊരു ലൈബ്രറിയാണ് ഉള്ളത്. 1,00,000-ൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ സനാതന ധർമ്മത്തിലുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രന്ഥത്തിന്റെ പേരും നമുക്ക് പറയാൻ കഴിയില്ല. ഇനിയാണ് പ്രിയമുള്ളവരെ കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇസ്ലാം 633 CE പേർഷ്യയിൽ അധിനിവേശം നടത്തുന്നു. അവർ പേർഷ്യ പിടിച്ചടക്കുന്നു. ഇന്ത്യയിൽ അവർ വരുന്നത് 712 CE-യിലാണ്. അതായത് 8-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ഇസ്ലാം വരുന്നു. അവിടെ നിന്ന് അവരുടെ അധിനിവേശം സ്ഥാപിച്ചതിന് ശേഷം അവർ ഇന്ത്യയെ ആക്രമിച്ച് 8-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ കീഴടക്കുന്നു. കേവലം 400 വർഷങ്ങൾ കൊണ്ട് ഇസ്ലാം മതം സൊറോസ്ട്രിയൻ എന്ന മതത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി. അവർ പൂർണ്ണമായി അതിനെ മാറ്റിക്കളഞ്ഞു, ആ സംസ്കാരത്തെ മാറ്റിക്കളഞ്ഞു. നമുക്കറിയാം, ഇസ്ലാം മതം മതപരിവർത്തനത്തിന് വേണ്ടി പല മാർഗങ്ങൾ അവലംബിക്കും. ജിസിയ എന്ന മതചുങ്കം, വിവേചനവും പീഡനങ്ങളും, ആരാധനാലയങ്ങൾ നശിപ്പിക്കൽ, സാമ്പത്തിക സഹായം നൽകൽ, അങ്ങനെ പല രീതിയിലൂടെയും അവർ ആ സംസ്കാരത്തെ, സൊറോസ്ട്രിയൻ സംസ്കാരത്തെ പൂർണ്ണമായും ഇസ്ലാം സംസ്കാരത്തിലേക്ക് മാറ്റി. എന്നാൽ ഭാരതത്തിൽ 1000 വർഷം ഇസ്ലാം അധിനിവേശം നടത്തി അവർ ഭരിച്ചു. സനാതന ധർമ്മത്തോടൊപ്പം ഉണ്ടായിരുന്ന ബുദ്ധ മതവും ജൈന മതവും കുറേശ്ശെ ഇല്ലാതായി. എന്നാൽ ഈ ആക്രമണങ്ങളെ എല്ലാം അതിജീവിച്ച് സനാതന ധർമ്മം നിലനിന്നു. ഇന്ന് ഇറാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആണ്. എന്നാൽ നമ്മുടെ ഭാരതം ഒരു സനാതന ധർമ്മം നിലനിൽക്കുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് ആണ്. ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കുന്നു. ഈ അധിനിവേശ കാലയളവിൽ പേർഷ്യയിൽ നിന്നും ഭാരതത്തിലേക്ക് കുടിയേറിയവരാണ് പാർസികൾ. അതായത് സൊറാസ്ട്രിയൻ മതം ഇന്നും ഇന്ത്യയിൽ അവർ അനുഷ്ഠിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സൊറാസ്ട്രിയൻ മതവിഭാഗം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. അവരുടെ ഏറ്റവും വലിയ അഗ്നി ദേവന്റെ അമ്പലവും ഇന്ത്യയിലാണ്. അവരെയാണ് നമ്മൾ പാർസികൾ എന്ന് വിളിക്കുന്നത്. ഈ ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് പുരാതനമായ ഒരു സംസ്കാരം ഇല്ലാതായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. സനാതന ധർമ്മം എന്ന വാക്ക് തന്നെ ആ സംസ്കാരത്തിന്റെ അർത്ഥം പറയുന്നു. സനാതനം എന്ന വാക്കിന് ശാശ്വതമായത്, കാലാതീതമായത്, പുരാതനമായത്, എപ്പോഴും നൂതനമായി കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ധർമ്മം എന്ന വാക്ക് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്നാലും ധർമ്മം എന്നത് ഒരു ജീവിതത്തെ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ നിയമങ്ങൾ, ഓർഡറുകൾ, ഇങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ സനാതന ധർമ്മം എന്നാൽ ജീവിതത്തെ നിലനിർത്തുകയും മനുഷ്യനെ സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുകയും ചെയ്യുന്ന ശാശ്വത സത്യങ്ങൾ എന്നാണ് അർത്ഥം. സനാതന ധർമ്മം ഒരിക്കലും ഒരു പ്രത്യേക കാലഘട്ടത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനോ ഉള്ളതല്ല. ഇത് മനുഷ്യ രാശിക്കുള്ളതാണ്. ഇനി നമുക്ക് സനാതന ധർമ്മം എന്തല്ല എന്ന് നോക്കാം. കാരണം സനാതന ധർമ്മത്തെ പലരും പല രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആദ്യമേ പറയട്ടെ, സനാതന ധർമ്മം ഒരു മതമല്ല. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഹിന്ദു മതം സനാതന ധർമ്മമല്ല. അടുത്തത്, സനാതന ധർമ്മം അധികാരികളിൽ നിന്ന് വരുന്ന ഒരു വിശ്വാസ പ്രമാണമല്ല. സനാതന ധർമ്മം ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അന്ധവിശ്വാസമല്ല. ഇറ്റ്സ് നോട്ട് എ ബ്ലൈൻഡ് ഫെയ്ത്ത്. സനാതന ധർമ്മം കേവലം ഒരു സിദ്ധാന്തമോ ഒരു ആശയമോ അല്ല. സനാതന ധർമ്മം ഒരു പൂജാ വിധിയോ യജ്ഞമോ ആരാധനാ സമ്പ്രദായമോ അല്ല. ഈ പറയുന്നതൊന്നും സനാതന ധർമ്മമല്ല. അപ്പോൾ സനാതന ധർമ്മം എന്താണെന്ന് നോക്കാം. ആദ്യമായി പറയട്ടെ, സനാതന ധർമ്മം എന്നത് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ചിട്ടപ്പെടുത്തിയ ജ്ഞാന പരമ്പരയാണ്. എ ടൈംലെസ് വിസ്ഡം. ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങളോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് എ വേ ഓഫ് ലൈഫ്. ആത്മപരിവർത്തനത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും അടിസ്ഥാനമാണ് സനാതന ധർമ്മം. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് സനാതന ധർമ്മം. എന്റെ ജീവിത ലക്ഷ്യം എന്താണ്? ഞാൻ ആരാണ്? എന്തുകൊണ്ട് എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നു? തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ജ്ഞാനശാഖയാണ് സനാതന ധർമ്മം. മനുഷ്യനെ അവന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് സനാതന ധർമ്മം. സനാതന ധർമ്മത്തിന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമല്ല, മറിച്ച് മോക്ഷം, ലിബറേഷൻ അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് ആണ്. പ്രിയമുള്ളവരെ, സനാതന ധർമ്മം ഒരു ജ്ഞാന പരമ്പരയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് മനുഷ്യ ജീവിതത്തെ സമഗ്രമായി വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇനി നമുക്ക് സനാതന ധർമ്മത്തിന്റെ ഈ ഗ്രന്ഥങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് സനാതന ധർമ്മത്തിന്റെ ഈ ലൈബ്രറി. 4 വേദങ്ങളിൽ നിന്നാണ് സനാതന ധർമ്മം ആരംഭിക്കുന്നത്.
2 ഇതിഹാസങ്ങൾ, 4 ഉപവേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 6 ദർശനങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, 100 ധർമ്മശാസ്ത്രങ്ങൾ, 200 ആഗമകൾ, 2898 സൂത്രങ്ങൾ, 9 ഭക്തി ഗ്രന്ഥങ്ങൾ, 3 നീതി ഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങിയതാണ് സനാതന ധർമ്മത്തിന്റെ ജ്ഞാനശാഖ. ഇത് ഒരു ചെറിയ അറിവല്ല, മറിച്ച് ഒരു പൂർണ്ണ ജീവശാസ്ത്രമാണ്. സനാതന ധർമ്മത്തിന്റെ ജ്ഞാനശേഖരം എത്ര വലിയതാണ് എന്ന് മനസ്സിലാക്കാൻ ചെറിയ ഒരു താരതമ്യം നമുക്ക് നോക്കാം. മറ്റു മതഗ്രന്ഥങ്ങളുമായിട്ട് സനാതന ധർമ്മയെ താരതമ്യപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാം. ബൈബിൾ എന്ന മതഗ്രന്ഥം പുതിയ നിയമം, പഴയ നിയമം ഉൾപ്പെടെ 31,102 വചനങ്ങൾ അല്ലെങ്കിൽ വേഴ്സുകളാണുള്ളത്. ഖുറാന് 6,236 ആയത്തുകൾ അല്ലെങ്കിൽ വേഴ്സുകളാണുള്ളത്. തോറ എന്ന് പറയുന്ന ജൂത മതഗ്രന്ഥത്തിന് 5,845 വേഴ്സുകളാണുള്ളത്. എന്നാൽ സനാതന ധർമ്മത്തിന്റെ ഒരു ഇതിഹാസമായ മഹാഭാരതത്തിന് മാത്രം 1,00,000 ശ്ലോകങ്ങളുണ്ട്. അതിലെ 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയായി മാറുന്നത്. രാമായണം എന്ന ഇതിഹാസത്തിന് 24,000 ശ്ലോകങ്ങളുണ്ട്. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഗൂഗിളിന് പോലും സനാതന ധർമ്മയുടെ മൊത്തം ശ്ലോകങ്ങൾ എത്രയാണെന്ന് അറിവില്ല. ഒരു AI സഹായത്തോടെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് സനാതന ധർമ്മത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും ശ്ലോകങ്ങൾ ഏകദേശം 30 ലക്ഷത്തിലധികം വരുമെന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ആഴവും വിശാലവുമാണ് സനാതന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. 30 ലക്ഷം വേഴ്സുകൾ. എന്നാൽ ഈ 30 ലക്ഷം ശ്ലോകങ്ങളുടെയും സാരാംശം വെറും 3 വാക്കുകളിൽ സനാതന ധർമ്മം പറയുന്നു. അതാണ് ത്വം അസി, നീ ആ പരമമായ സത്യമാണ്. അതാണ് എല്ലാ സനാതന ധർമ്മ ശ്ലോകങ്ങളുടെയും അടിസ്ഥാനം. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സനാതന ധർമ്മത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കി. എത്രയോ അധിനിവേശങ്ങളെയും നിരന്തര ആക്രമണങ്ങളെയും അതിജീവിച്ച് ഈ സനാതന ധർമ്മം ഈ ഭൂമിയിൽ എങ്ങനെ നിലനിൽക്കുന്നു? ഈ ചോദ്യത്തിന് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനത്തിനെയാണ്. ഭഗവത്ഗീതയിലെ 4ാം അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം, എപ്പോഴൊക്കെയാണോ ഈ ഭൂമിയിൽ ധർമ്മം ക്ഷയിക്കുന്നത്, ഗ്ലാനിർ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ധർമ്മം കുറയുന്നത് അല്ലെങ്കിൽ ക്ഷയിക്കുന്നത്, മാത്രവുമല്ല അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം എപ്പോഴൊക്കെയാണോ കൂടി വരുന്നത്, അർജുന, ആ സമയത്ത് തദാത്മാനം സൃജാമ്യഹം, ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും, ഞാൻ ഈ ഭൂമിയിൽ പല രീതിയിൽ പല രൂപത്തിൽ ഞാൻ അവതാരമെടുക്കും എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. അങ്ങനെ അവതാരം എടുത്തതിന് ശേഷം എന്തു ചെയ്യും? തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം, 3 കാര്യങ്ങളാണ് എൻ്റെ അവതാര ലക്ഷ്യമായിട്ടുള്ളത്. ഒന്ന്, പരിത്രാണായ സാധൂന, ധർമ്മം അനുഷ്ഠിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. വിനാശായ ചതുഷ്കൃത, അധർമ്മികളെ ഞാൻ ശിക്ഷിക്കും അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനമായത് ധർമ്മ സംസ്ഥാപനാർത്ഥായ, ഈ ധർമ്മത്തെ ഞാൻ വീണ്ടും പുനഃസ്ഥാപിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി കാലങ്ങളിൽ, യുഗങ്ങളിൽ, ഓരോ ഘട്ടത്തിലും ഞാൻ സ്വയം അവതരിച്ചു കൊണ്ടേയിരിക്കും. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ 2 ശ്ലോകങ്ങളാണിത്. ഇതിൽ നിന്ന് തന്നെ ഈ ധർമ്മത്തിന്റെ സംരക്ഷണം ഈശ്വരനാണ് നിർവഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, അശോക ചക്രവർത്തി സനാതന ധർമ്മം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചു. പിന്നീട് ബുദ്ധമതത്തെ ഭാരതത്തിലുടനീളം നമ്മുടെ അയൽ രാജ്യങ്ങളിലെയും പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഏകദേശം 7ാം നൂറ്റാണ്ടിന്റെ അവസാനം സനാതന ധർമ്മം വലിയ ഒരു വെല്ലുവിളി നേരിട്ടു. ഒരേ സമയം ഒരുപാട് പ്രശ്നങ്ങൾ സനാതന ധർമ്മത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കുറേശ്ശെ സനാതന ധർമ്മത്തിന്റെ ക്ഷയത്തിന് കാരണമായി. ഒന്നാമത്തേത്, വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്.
എന്നാൽ ജ്ഞാനകാണ്ഡത്തിനെ പാടെ വിസ്മരിച്ചു. രണ്ട് ഹിന്ദു മതത്തിലെ സമ്പ്രദായങ്ങൾ, ആരാധനാ സമ്പ്രദായങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. ശൈവിസം, വൈഷ്ണവിസം, ശാക്തയിസം ഇവർ പരസ്പരം ആരുടെ ദൈവമാണ് വലുത് എന്ന കലഹത്തിലേർപ്പെട്ടു. ഇത് സനാതനധർമ്മത്തിന്റെ മൂല്യച്യുതിക്ക് കാരണമായി. മൂന്നാമതായി, നമ്മളുടെ തത്വചിന്തകൾക്ക് ഒരു ഏകീകരണം ഉണ്ടായിരുന്നില്ല. പല ആളുകളും പല രീതിയിൽ സത്യത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇതിനു പുറമെ ബുദ്ധമതം, ജൈനമതം ഭാരതത്തിൽ വളരെയധികം ഉയർന്നു വന്നു. സനാതന ധർമ്മത്തിലെ പലരും ഈ ധർമ്മം ഉപേക്ഷിച്ച് ബുദ്ധധർമ്മത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരുന്നു. കാരണം അന്ന് ബുദ്ധധർമ്മത്തിന്റെ തത്വങ്ങൾക്കാണ് വേദാന്ത തത്വങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടായിരുന്നത്. ഇതുമാത്രവുമല്ല, ഇസ്ലാമിന്റെ അധിനിവേശവും സംഘടിത മതങ്ങളും കുറേശ്ശെ ഭാരതത്തിൽ വേരൂന്നാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ സനാതന ധർമ്മം പൂർണ്ണമായി ഈ ഭാരതത്തിൽ ഇല്ലാതാവും എന്നൊരു സ്ഥിതിവിശേഷം വന്നു. അപ്പോഴാണ് നമ്മുടെ ഭാരതത്തിൽ ഒരു അവതാര പിറവി ഉണ്ടാവുന്നത്. പ്രിയമുള്ളവരെ, 8-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ ജനിച്ച ശ്രീ ശങ്കരാചാര്യരാണിത്. വെറും 32 വർഷമാണ് ശങ്കരാചാര്യർ ജീവിച്ചത്. എന്നാൽ ആ 32 വർഷത്തിനുള്ളിൽ സനാതന ധർമ്മത്തെ അദ്ദേഹം പുനഃസ്ഥാപിച്ചു. ഈ 32 വർഷത്തിനുള്ളിൽ ആ മഹാത്മാവ് ഭാരതം അങ്ങോട്ടും ഇങ്ങോട്ടും 3 തവണ സഞ്ചരിച്ചു എന്ന് ചരിത്രം പറയുന്നു. ആദ്യം അദ്ദേഹം ചെയ്തത് വേദാന്തത്തിന്റെ ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടി ആത്മജ്ഞാനങ്ങളെ 3 ഗ്രന്ഥങ്ങളായി ക്രോഡീകരിച്ചു. അതാണ് പ്രസ്ഥാനത്രയം. അദ്ദേഹം അതിന് ഭാഷ്യം രചിച്ചു. അതോടുകൂടി ആത്മജ്ഞാനത്തിനും തത്വചിന്തകൾക്കും ഒരു ഏകീകരണം ഭാരതത്തിൽ ഉണ്ടായി. അടുത്തത്, പരസ്പരം കലഹിച്ചിരുന്ന ഹിന്ദു ആരാധനാ സമ്പ്രദായങ്ങളെ അദ്ദേഹം ഏകീകരിച്ചു. അതിനെ പഞ്ചയത്ന പൂജ എന്നാണ് പറയുന്നത്. ഒരേ ആരാധനാലയത്തിൽ 5 ദൈവങ്ങളെയും ഒരുമിച്ച് ആരാധിക്കാനുള്ള ഒരു ആരാധനാ സമ്പ്രദായം അദ്ദേഹം ചിട്ടപ്പെടുത്തി. ഭാരതത്തിൽ വിഘടിച്ചു നിന്നിരുന്ന സന്യാസി പരമ്പരകളെ അദ്ദേഹം ഏകീകരിച്ചു. അതിനെ ദശനാമി സമ്പ്രദായം എന്നാണ് പറയുന്നത്. അവസാനമായി ഭാരതത്തിന്റെ 4 വശങ്ങളിലും 4 മഠങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അത് ഇപ്പോഴും നിലനിന്നു വരുന്നു. അങ്ങനെ ഈ സനാതന ധർമ്മത്തെ അക്ഷരാർത്ഥത്തിൽ പുനർജീവിപ്പിച്ചു. എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഭാഷ്യം എഴുതുകയും ഈ മഹാത്മാവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സനാതന ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് ശങ്കരാചാര്യരുടെ പങ്ക് വർണ്ണനാതീതമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, അതായത് 2026 കാലഘട്ടത്തിൽ സനാതന ധർമ്മം സംരക്ഷിക്കുന്ന അവതാരങ്ങളെ പരിചയപ്പെടാം. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൊബൈലാണ് ആദ്യത്തെ അവതാരം. അടുത്തത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഉത്ഭവം സനാതന ധർമ്മബോധം ഗണ്യമായി കൂടാൻ സഹായിച്ചു എന്നതാണ്. വിവിധതരം ആപ്പുകൾ, ചാറ്റ് GPT അതുപോലെയുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇതിനെ ഡിജിറ്റൽ അവേക്കണിംഗ് എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. എന്തിനാണ് നമുക്ക് സനാതന ധർമ്മം? സനാതന ധർമ്മത്തെ നാം ആഴത്തിൽ പരിശോധിച്ചാൽ ഒരു അത്ഭുതകരമായ കാര്യം കാണാം. ഈ ധർമ്മത്തിന്റെ ഉപദേശങ്ങൾ ഒരു മതത്തെയോ ഒരു സമൂഹത്തിനോ മാത്രം വേണ്ടിയുള്ളതല്ല. അത് മുഴുവൻ മനുഷ്യകുലത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. പുരാതന ഋഷിമാർ പറഞ്ഞത് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തിലെ സകല ജീവികളും സുഖത്തോടെ ജീവിക്കട്ടെ. വസുദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു കുടുംബം പോലെയാണ്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. എല്ലാ ജീവജാലങ്ങളും ദുഃഖം അനുഭവിക്കാതിരിക്കട്ടെ, അവർ സുഖവും സന്തോഷവും അനുഭവിക്കട്ടെ. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് അതിനെ വിളിച്ച് ആരാധിക്കാം. അവസാനമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച. നിന്റെ ജീവിതം ആത്മസാക്ഷാത്കാരത്തിനും ഈ ലോകത്തിന്റെ നന്മയ്ക്കും വേണ്ടി സമർപ്പിക്കൂ. ഇതാണ് സനാതന ധർമ്മത്തിന്റെ സന്ദേശം. അപ്പോൾ സനാതന ധർമ്മം ഒരു മതമല്ല, മനുഷ്യരാശിയുടെ ക്ഷേമത്തിനു വേണ്ടി രൂപപ്പെട്ട ഒരു ശാശ്വത ജ്ഞാന പരമ്പരയാണ്. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ സനാതന ധർമ്മത്തിന്റെ ആവശ്യകത കൂടുതലാണ്. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. സനാതന ധർമ്മം ആത്യന്തികമായി നമ്മളെ നയിക്കുന്നത് മോക്ഷത്തിലേക്കാണ്. നീ എന്ന് പറയുന്നത് കേവലം ശരീരമോ മനസ്സോ അല്ല, മറിച്ച് അനന്തമായ ബോധമാണ്.
എല്ലാ ധർമ്മ ശ്ലോകങ്ങളുടെയും സാരം തത്വമസിയാണ്. നീ ആ പരമമായ സത്യം തന്നെയാണ് എന്ന തിരിച്ചറിവ്. മനുഷ്യരാശി ഈ സത്യം അന്വേഷിക്കുന്നിടത്തോളം ഈ ധർമ്മം ഈ ഭൂമിയിൽ നിലനിൽക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.